ഒരു പരിധിയുമില്ലാതെ കെഎസ്ആർടിസിയുടെ എല്ലാ ഓർഡിനറി ബസ്സിലും സൗജന്യ യാത്ര. ഓപ്പറേഷൻ തൂഫാൻ. പകർച്ചവ്യാധി പ്രതിരോധത്തിന് ഉന്നത സമിതി. വന്യമൃഗങ്ങളുടെ ആക്രമണത്തെ നേരിടുന്നതിന് പ്രത്യേക ക്രമീകരണം. മയക്കുമരുന്ന് കടത്ത് തടയാൻ മോഡൽ എക്സൈസ് ഓഫീസുകൾ വരുന്നു. കൊച്ചി മലയടന്തുരുത്തിലെ 7 ദളിത് കുടുംബങ്ങളെ സുപ്രീം കോടതി വിധി ഉണ്ടായിട്ടും കുടിയിറക്കാതെ കാത്തതും റവന്യൂ റിക്കവറി നടപടികൾക്ക് 3 മാസത്തെ സ്റ്റേ അനുവദിച്ചതും പോലുള്ള കൈയടിച്ചു പോകുന്ന നടപടികളിലൂടെ കേരളത്തിലെ ജനാധിപത്യ മുന്നണി സർക്കാർ മധുവിധുകാലം മധുര മനോജ്ഞമാക്കുകയാണ്. കഴിവുള്ള മന്ത്രിമാരെ സഹപ്രവർത്തകരാക്കിയും അവർക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം കൊടുക്കുന്നതും സതീശന്റെ ദിനങ്ങളെ ഏറെ തിളക്കമുള്ളതാക്കുമെന്ന് രമേശ് ചെന്നിത്തലയും CP ജോണും, റോജി M ജോണും, ഷിബു ബേബി ജോണും, ലിജുവും മുരളീധരനും എല്ലാം തെളിയിക്കുകയാണ്. നല്ല സൂചനകളാണ് ഈ പുത്തൻ മന്ത്രിമാർ എല്ലാം തരുന്നത്. രണ്ടാം പിണറായി മന്ത്രിസഭയുടെ ഏറ്റവും വലിയ അപജയം നിസ്സഹായരും കഴിവ് കുറഞ്ഞവരുമായ മന്ത്രിമാരായിരുന്നു. അവർക്ക് സ്വന്തമായി അഭിപ്രായമില്ലായിരുന്നു, അല്ലെങ്കിൽ പറയാൻ ഭയമായിരുന്നു. എല്ലാം മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിയന്ത്രിച്ചു. ഘടകകക്ഷികളുടെ വകുപ്പും മുഖ്യമന്ത്രി തന്നെ നിയന്ത്രിച്ചു. മുഖ്യമന്ത്രി നിയമിച്ചവരായി ഘടകകക്ഷി മന്ത്രിമാരുടെ പോലും പ്രൈവറ്റ് സെക്രട്ടറിമാർ. ഘടകകക്ഷികളുടെ വകുപ്പുകളിൽ മുഖ്യമന്ത്രി തീരുമാനമെടുക്കുന്നതിന്റെ ഒരു അടയാളമായി മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ മരം മുറിക്കാൻ തമിഴ്നാട് സർക്കാരിന് പിണറായി കൊടുത്ത അനുവാദം. സംഭവം കേരളത്തിലെ ജലസേചന മന്ത്രി അറിയുന്നത് തന്നെ തമിഴ്നാട് മുഖ്യമന്ത്രി സംഭവം വാർത്താ സമ്മേളനത്തിൽ വെളിപ്പെടുത്തിയപ്പോൾ ഘടകകക്ഷിക്കാരനായ മന്ത്രി ഒരക്ഷരം പ്രതിഷേധിച്ചില്ല. പാർട്ടി വാ തുറന്നില്ല. അനുസരണയോടെ എല്ലാം സഹിച്ചു. അതുകൊണ്ട് മന്ത്രിമാരുടെ ഉള്ള കഴിവുകൂടി ഇല്ലാതായി. സതീശന്റെ മന്ത്രിമാർ അവരുടെ വകുപ്പ് നോക്കി നടത്തുന്നു. ശബരിമല കൊള്ളയിൽ പ്രതിയായ CPM നേതാവ് പത്മകുമാറിനെതിരായ പാർട്ടി നടപടി പാർട്ടിയുടെ എല്ലാ തലങ്ങളിൽ നിന്നും ആവശ്യമുയർന്നിട്ടും സസ്പെൻഷനിൽ മാത്രം ഒതുക്കിയത് കണ്ടും മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് തന്റെ മൂക്കിന് താഴെ തലസ്ഥാനത്തെ തീരത്ത് പോക്കി ദുരന്തമുണ്ടായപ്പോൾ സംഭവസ്ഥലം സന്ദർശിക്കാൻ ദിവസങ്ങൾ എടുത്ത പിണറായി വന്യമൃഗ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ വീട്ടിൽ ഓടി എത്തിയതും കണ്ടും ജനം മൂക്കത്ത് വിരൽ വെച്ചു പോകുന്നും ഉണ്ട്. LDF അല്ലാതെ ആരുണ്ടെന്ന തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യം ശരിയായില്ല എന്ന് പിണറായിയുടെ വ്യവസായ മന്ത്രി P രാജീവ് പറയുന്നത് കേൾക്കുമ്പോഴും ജനം മൂക്കത്ത് വിരൽ വെച്ചു പോകുന്നു. അതിലും ഭീകരമാണ് തളിപ്പറമ്പിൽ MP ഗോവിന്ദന്റെ ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കിയത് തെറ്റിപ്പോയെന്ന് CPMന്റെ ദേശീയ സെക്രട്ടറി MA ബേബി പറയുമ്പോൾ ജനത്തിന് ഉണ്ടാകുന്ന അമ്പരപ്പ്. അന്ന് ബേബി അവരുടെ സ്ഥാനാർത്ഥിത്വത്തെ ന്യായീകരിക്കുകയും അവർക്കെതിരെ മത്സരിച്ച ഗോവിന്ദനെ പോലെ ഒരു സീനിയർ CPM നേതാവിനുണ്ടായ പാർലമെന്റ് വ്യാമോഹത്തെ കുറ്റപ്പെടുത്തുകയും ചെയ്തത് കേട്ട ജനം എന്താണിപ്പോൾ കേൾക്കുന്നത് എന്നാണ് പകച്ചു പോകുന്നത്. ഇടതുവക്താക്കളായിരുന്ന ഓഫീസർമാരെ കോൺഗ്രസ് നേതാവ് ശബരിനാഥന്റെ ഭാര്യ ദിവ്യേസ് അയ്യരെ വരെ സ്ഥലം മാറ്റിക്കൊണ്ടും സർക്കാർ ജനാധിപത്യ മുന്നണിക്കാരുടെ കയ്യടി നേടി. എന്നാൽ സ്ഥലം മാറ്റത്തിലുണ്ടായ ചില നോട്ടപ്പിശകുകൾ അപകടവും ഉണ്ടാക്കി. കോഴിക്കോട് കമ്മീഷണറായിരുന്ന മെറിൻ ജോസഫിനെ മാറ്റി ഷൗക്കത്ത് അലിയെ നിയോഗിച്ചതിൽ വർഗീയതയുടെ നിറം കലർത്താൻ എതിരാളികൾക്ക് അവസരമുണ്ടാക്കിയെന്ന് മാത്രമല്ല, സ്വന്തം ക്യാമ്പിലും സംശയം പടർത്തി. കേരളത്തിൽ ഇപ്പോൾ എന്ത് ചെയ്താലും ഇത്തരം വ്യാഖ്യാനം ഉണ്ടാകുമെന്നതാണ് സ്ഥിതി. വടകരയിൽ കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ച കേസിൽ DYFI നേതാവിനെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തതും നവീൻ ബാബുവിന്റെ കേസ് CBIക്ക് വിട്ടതും എല്ലാം കയ്യടി നേടിയ തീരുമാനങ്ങൾ തന്നെ. ആരോഗ്യവകുപ്പ് ഡയറക്ടറെ സ്ഥലം മാറ്റിയതിനെ ഗണേഷ് കുമാർ വരെ പ്രശംസിച്ചു. സ്വപ്ന സുരേഷ് ആത്മകഥയിൽ ഉന്നയിച്ച ആരോപണങ്ങളെക്കുറിച്ചും വ്യക്തികളെക്കുറിച്ചും അന്വേഷണം ഉണ്ടാകുമോ എന്ന് കാത്തിരിക്കുകയാണ് ജനം. സുപ്രീം കോടതി വരെ പ്രഥമ ദൃഷ്ട്യാ കേസുണ്ടെന്ന് പറഞ്ഞ കശുവണ്ടി കുംഭകോണ കേസിലെ പ്രതികൾക്കെതിരെ പ്രോസിക്യൂഷൻ ആരംഭിക്കാത്തത് എല്ലാ നല്ല തുടക്കത്തിലും കരിനിഴൽ വീഴ്ത്തുന്ന സംഭവമായി. 600 കോടിയുടെ തട്ടിപ്പിന്റെ കഥയിലെ പ്രതികളെയാണ് സർക്കാർ രക്ഷിക്കുവാൻ നോക്കുന്നത്. 2006 മുതൽ 15 വരെയുള്ള കാലയളവിലെ കച്ചവടത്തിലാണ് 600 കോടിയുടെ തട്ടിപ്പ് CBI കണ്ടെത്തിയത്. അതിലെ പ്രതികൾക്കെതിരെ നടപടി വേണ്ടെന്ന് പിണറായി തുടർച്ചയായി പറയുകയായിരുന്നു. കേസുണ്ടായത് കോൺഗ്രസ് ഭരണകാലത്താണെങ്കിലും അന്വേഷണം നടന്നത് എളമരം കരീമിന്റെ കാലത്തെക്കുറിച്ച് കൂടിയാണ്. പ്രതികളായി ഇപ്പോഴുള്ളത് INTUC നേതാവ് ചന്ദ്രശേഖരനാണ്. പക്ഷേ വിചാരണ നടന്നാൽ വേറെയും വലിയ മീനുകൾ വരും. കരീമും കുഞ്ഞാലിക്കുട്ടിയും എല്ലാം വന്നേക്കാമെന്നാണ് ഭീതി. കോടതി അലക്ഷ്യ കേസിൽ ഹാജരാകുവാൻ വ്യവസായ സെക്രട്ടറിക്ക് ഹൈക്കോടതി നോട്ടീസ് കൊടുത്തിരിക്കുകയാണ്. വൈകിക്കും തോറും രക്ഷപ്പെടാം എന്നാവും സർക്കാർ കരുതുന്നത്. അതായത് അത്ര സംശുദ്ധരല്ല ആരും എന്നർത്ഥം. ജൂൺ 15 മുതൽ KSRTCയുടെ എല്ലാ ഓർഡിനറി ബസ്സിലും സ്ത്രീകൾക്ക് ഏർപ്പെടുത്തിയ സൗജന്യ യാത്രയാണ് ഏറ്റവും കയ്യടി നേടിയ പ്രവൃത്തിയെങ്കിലും കേരളത്തിൽ ദൂരവ്യാപകമായ നല്ല മാറ്റത്തിന് നിമിത്തമാകുന്ന നടപടി മയക്കുമരുന്നിനെതിരായ ഓപ്പറേഷൻ തൂഫാനാണ്.
സ്ത്രീകൾക്ക് ഏർപ്പെടുത്തിയ സൗജന്യ യാത്ര ആദ്യ ദിവസങ്ങളിൽ തന്നെ പ്രയോജനപ്പെടുത്തിയത് 7.14 ലക്ഷം സ്ത്രീകളാണ്. ജൂൺ 8 തിങ്കളാഴ്ച KSRTCയുടെ ഓർഡിനറി ബസ്സിൽ യാത്ര ചെയ്തതിനേക്കാൾ 1.42 ലക്ഷം സ്ത്രീകൾ ജൂൺ 15 തിങ്കളാഴ്ച യാത്ര ചെയ്തു. പ്രാഥമിക കണക്കുകൾ പ്രകാരം 2.10 കോടി രൂപയുടെ സൗജന്യ യാത്രയാണ് ജൂൺ 15 നടന്നത്. പ്രതിദിനം 2 കോടി രൂപയുടെ സൗജന്യ യാത്ര വേണ്ടിവരും എന്നായിരുന്നു KSRTC കണക്കാക്കിയിരുന്നത്. സൗജന്യ യാത്രക്കാർക്കും ഇൻഷുറൻസ് പരിരക്ഷ ഉണ്ടാകുമെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. വരുമാന പരിധിയില്ലാതെ എല്ലാ സ്ത്രീകൾക്കും ഇത്തരമൊരു സൗജന്യം അനുവദിക്കേണ്ടതുണ്ടോ എന്ന ചോദ്യം ഇപ്പോഴും അവശേഷിക്കുന്നു. ഉന്നത വരുമാനക്കാർ ഈ സൗജന്യം പറ്റാൻ വരില്ലെന്ന വിശ്വാസമാണ് ഈ ചോദ്യത്തിനുള്ള ഉത്തരമായി ഉയരുന്നത്. പ്രതിപക്ഷം പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങ് ബഹിഷ്കരിച്ചെങ്കിലും ഇടതുപക്ഷക്കാരായ ജനസമൂഹം സർക്കാർ ആനുകൂല്യം ഉപയോഗിച്ച് യാത്ര ചെയ്യുന്നുണ്ട്. ഉദ്ഘാടനം ബഹിഷ്കരിച്ചത് അവർക്ക് തന്നെ ദോഷമായി. ഓർഡിനറി ബസ്സുകൾ ഒറ്റ ദിവസം കൊണ്ട് സിറ്റി ഫാസ്റ്റുകളാക്കി സൗജന്യ യാത്ര ഇല്ലാത്തവയിൽ പെടുത്തി തുടങ്ങിയ ആക്ഷേപങ്ങൾ ഉണ്ടെങ്കിലും സർക്കാർ തീരുമാനം സാധാരണക്കാരുടെ ഏറെ പ്രിയപ്പെട്ട പരിപാടിയായി. പിണറായി സർക്കാർ അവസാന കാലത്ത് ഏർപ്പെടുത്തിയ സ്ത്രീ സുരക്ഷാ പദ്ധതി ഇല്ലാതാക്കിക്കൊണ്ടാണ് സൗജന്യ ബസ് യാത്ര ഏർപ്പെടുത്തുന്നത് എന്ന് ഇടതുപക്ഷം സങ്കടം പറയുന്നുണ്ട്. എല്ലാ സ്ത്രീകൾക്കും മാസം 1000 രൂപ വെച്ച് നൽകുന്ന സ്ത്രീ സുരക്ഷാ പദ്ധതി 10 വർഷം ഭരിച്ച പിണറായി സർക്കാർ തെരഞ്ഞെടുപ്പിന്റെ തലേന്നാണ് നടപ്പാക്കിയത്. 2025 ഒക്ടോബറിലാണ് പാവപ്പെട്ട കുടുംബങ്ങളിലെ 35 മുതൽ 60 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്കായുള്ള ഈ സുരക്ഷാ പദ്ധതി ആരംഭിച്ചത്. 31.34 ലക്ഷം സ്ത്രീകളാണ് ഗുണഭോക്താക്കൾ. 16 ലക്ഷത്തിലധികം പേർക്ക് ഇടതു സർക്കാർ സഹായം കൊടുത്തു. ഏപ്രിൽ മെയ് മാസങ്ങളിലെ തുക സംബന്ധിച്ച ഫയൽ മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്താണ്. പുതിയ അപേക്ഷകളൊന്നും സർക്കാർ പരിഗണിക്കുന്നില്ല. ഗൃഹജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്ന വീട്ടമ്മമാർ രാഷ്ട്രീയ ശില്പികളാണെന്ന സുപ്രീം കോടതിയുടെ നിരീക്ഷണം കൂടി വന്ന പശ്ചാത്തലത്തിൽ സഹായം തുടരണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് KM മാണി ആരംഭിച്ച കാരുണ്യ പദ്ധതിയും കർഷക പെൻഷനും പിണറായി സർക്കാർ നിർത്തിയ കഥ മറക്കാറായിട്ടില്ലല്ലോ. ഒരു സർക്കാർ തുടങ്ങിയ എല്ലാ പദ്ധതിയും പുതിയ സർക്കാർ തുടരണമെന്നില്ല. എല്ലാ ബസ്സുകളിലും സൗജന്യം കൊടുക്കാത്തതിൽ പ്രതിഷേധിച്ച് BJPയുടെ മഹിളാ മോർച്ചക്കാർ പ്രിയദർശിനി സൗജന്യ യാത്രയ്ക്കെതിരെ സമരം നടത്തി. കുക്കിംഗ് ഗ്യാസിനും പെട്രോളിനും കുതിച്ചുയരുന്ന വില ഒട്ടും അലോസരപ്പെടുത്താത്തവർ എല്ലാ ബസ്സിലും സൗജന്യം കൊടുക്കാൻ വേണ്ടി സമരം നടത്തുന്നത് രാഷ്ട്രീയക്കാരുടെ വാദങ്ങളുടെ ആത്മാർത്ഥതയുടെ അടയാളമായി. സർക്കാരിന് കയ്യടിയുണ്ടാക്കിയ ഈ തീരുമാനം മിക്കവാറും എല്ലാ MLA-മാർക്കും തലവേദന ഉണ്ടാക്കും. KSRTCയുടെ ഓർഡിനറി ബസ് തങ്ങളുടെ നാട്ടിലൂടെ വേണമെന്ന് മണ്ഡലത്തിലെ എല്ലാ പ്രദേശത്തു നിന്നും ആവശ്യമുണ്ടാകും. അതിന് സാധിക്കാതെ വന്നാൽ അവരുടെ ജനപ്രീതിക്ക് ഇടിവുണ്ടാകും. എല്ലാ ആവശ്യവും തൃപ്തിപ്പെടുത്താൻ മന്ത്രി CP ജോണിന് സാധിക്കുകയുമില്ല. സ്ത്രീകൾക്ക് നൽകിയ ഈ ആനുകൂല്യം ആൺകുട്ടികൾക്കടക്കം എല്ലാ വിദ്യാർത്ഥികൾക്കും കൊടുക്കണമെന്ന കേരള കോൺഗ്രസ് ചെയർമാൻ ജോസ് കെ മാണിയുടെ നിർദ്ദേശം വലിയ ജനപിന്തുണ നേടുന്നുണ്ട്. മുൻ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ ഈ നിർദ്ദേശത്തെ പിന്താങ്ങി രംഗത്ത് വന്നു. വിദ്യാർത്ഥി നേതാക്കളായിരുന്ന സതീശനും ജോണും രമേശും ലിജുവും റോജിയും എല്ലാം ചേരുന്ന ടീം UDF ഈ ആവശ്യം അംഗീകരിക്കാനും മതി. KSRTC എത്തിപ്പെട്ടിരിക്കുന്ന ഭാവന സമ്പന്നനായ ഒരു മന്ത്രിയുടെ കയ്യിലാണ്. അറിവും കഴിവും അനുഭവവും തന്ത്രങ്ങളും വശമുള്ളവനാണ് CP ജോൺ. അദ്ദേഹം MB6-നൊപ്പം CPM വിട്ടത് അവർക്ക് വലിയ നഷ്ടമായി. ജോണിനും നഷ്ടമായി എന്നാണ് ജോണിനെ അറിയുന്നവരെല്ലാം കരുതിയിരുന്നത്. അവസാനം ജോൺ മന്ത്രിയായി. ഉമ്മൻചാണ്ടിയുടെ കാലം മുതൽ ഫുൾ ടൈം മന്ത്രി ഉണ്ടായിരുന്ന കേരള കോൺഗ്രസ് ജേക്കബിന്റെ മന്ത്രിസ്ഥാനം 2.5 വർഷമായി കുറച്ച സതീശൻ ജോണിന് 5 വർഷവും കൊടുക്കുന്നത് പാർട്ടിയുടെ കരുത്തുകൊണ്ടല്ല, ജോണിന്റെ കഴിവുകൊണ്ടാണ്. എല്ലാ ജീവനക്കാർക്കും 1-ാം തീയതി കൃത്യമായി ശമ്പളം കൊടുക്കുന്നതുവരെ താൻ ശമ്പളം വാങ്ങില്ലെന്ന മന്ത്രിയുടെ പ്രസ്താവന കയ്യടിക്ക് വേണ്ടി പറഞ്ഞതാവില്ല. അദ്ദേഹത്തിന്റെ ലക്ഷ്യബോധത്തിന്റെ അടയാളമാണ്. 1-ാം തീയതി ശമ്പളം ലഭിച്ചില്ലെങ്കിലും ജോണിന് കഞ്ഞുകൂടി മുട്ടില്ല. എന്നാൽ ജീവനക്കാരുടെ നില അതല്ലല്ലോ. ഇടതു ഭരണകാലത്ത് ഓണത്തിനും വിഷുവിനുമൊക്കെ പട്ടിണി കിടക്കേണ്ടി വന്നിട്ടുണ്ട് ആ പാവങ്ങൾക്ക്. ജോൺ അതിന് ഇടയാക്കില്ലെന്ന് പ്രതീക്ഷിക്കാം. കടുത്ത കമ്മ്യൂണിസ്റ്റുകാരനായ ജോൺ നിരീശ്വരവാദിയാണ്. ഏറെ പ്രിയങ്കരിയായ അമ്മ കട്ടായം പറഞ്ഞിട്ടും പള്ളിയിൽ വെച്ച് വിവാഹം നടത്താൻ കൂട്ടാക്കാത്തവനാണ്. പള്ളിയിലല്ല വിവാഹമെങ്കിൽ താൻ ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന് അമ്മയും ഉറച്ച് നിലപാടെടുത്തു. അതുകൊണ്ട് അമ്മ പങ്കെടുക്കാതെ ജോൺ വിവാഹിതനായി. എന്നാൽ പ്രിയദർശിനി പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിൽ ഈശ്വര പ്രാർത്ഥന ഉണ്ടായിരുന്നു. പ്രാർത്ഥന നടക്കുമ്പോൾ പക്ഷേ ജോൺ വളരെ അലക്ഷ്യമായി പെരുമാറിയത് പലരെയും അസ്വസ്ഥരാക്കി.
സ്ത്രീകളുടെ സൗജന്യ യാത്രയേക്കാൾ കേരളത്തിന്റെ ഭാവിയിൽ നിർണായകമാകുന്ന പ്രവൃത്തിയാണ് മയക്കുമരുന്നിനെതിരെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നടത്തുന്ന ഓപ്പറേഷൻ തൂഫാൻ. 15 ദിവസത്തെ തീവ്ര പ്രവർത്തനം കൊണ്ട് 10 കോടി രൂപയുടെ മയക്കുമരുന്നാണ് പിടികൂടിയത്. അണലിയെ കൊണ്ട് നാവിൽ കുത്തിക്കുന്ന സംഘത്തെ വരെ പിടിച്ചു. തലസ്ഥാനത്ത് പിടികൂടിയ ഒരു സംഘം മയക്കുമരുന്നുകൾ സൂക്ഷിച്ചിരുന്ന അറകൾ വീഡിയോയിൽ കണ്ടവർ അമ്പരന്നു പോയി. ആരെങ്കിലും ഒറ്റിയതാവും, അല്ലെങ്കിൽ എങ്ങനെ ഈ അറകളെല്ലാം കണ്ടെത്തുന്നുവെന്ന് സംശയം തോന്നിപ്പോകും. 2778 പേർ പിടിയിലായി. 2575 കേസുകൾ എടുത്തു. 1.58 കിലോഗ്രാം MDMA-യും 147 കിലോഗ്രാം കഞ്ചാവും പിടികൂടി. തലസ്ഥാന നഗരത്തിലെ ചില രമ്യഹർമ്മ്യങ്ങളുടെ മട്ടുപ്പാവിൽ കഞ്ചാവ് ചെടി വളർത്തുന്നതായും കണ്ടെത്തി. മുൻ അനുഭവങ്ങൾ വെച്ച് പറയട്ടെ, ഇതെല്ലാം എല്ലാ അന്വേഷണകാലത്തും ഉണ്ടാകുന്ന പ്രാരംഭ നേട്ടങ്ങളാണ്. പിടികൂടിയവരെല്ലാം മിക്കവാറും ചെറിയ മീനുകളാവണം. അവരെ വളർത്തുന്ന കൂറ്റൻ മീനുകളിലേക്ക് ഒരിക്കലും അന്വേഷണം എത്താറില്ല. അതിനുള്ള കരുത്ത് രമേശിനുണ്ടോ എന്നും തീർച്ചയില്ല. മയക്കുമരുന്നിനെതിരെ പ്രവർത്തിക്കുന്നവരെ പലതരത്തിൽ ഇല്ലാതാക്കുവാൻ കച്ചവടക്കാർ ശ്രമിക്കും. പാർട്ടിയിലും മുന്നണിയിലും ഉള്ളവരെ വരെ അവർ വിലക്കെടുക്കും. പ്രതിപക്ഷത്തെ വേറെയും. ചാരായ നിരോധനം നടപ്പാക്കിയ AK ആന്റണിക്കും ബാറുകൾക്ക് പൂട്ടിട്ട ഉമ്മൻചാണ്ടിക്കുമുണ്ടായ അനുഭവം മറക്കാനാവുമോ? 1996 നടന്ന തെരഞ്ഞെടുപ്പിലും 2016 നടന്ന തെരഞ്ഞെടുപ്പിലും UDF തോറ്റതിന് കാരണം അബ്കാരികളായിരുന്നില്ലേ? പിണറായി സർക്കാരിന്റെ കാലത്ത് മയക്കുമരുന്ന് കേസിൽ ഒരു ഭരണകക്ഷി MLA-യുടെ മകനെ പിടിച്ച ഓഫീസർക്ക് വടക്കൻ ജില്ലയിലേക്ക് സ്ഥലം മാറ്റം കൊടുത്തതും ഉദാഹരണം. രമേശിന്റെ തന്നെ ചൂട് പിടിച്ച് മയക്കുമരുന്നിനെതിരെ എക്സൈസ് മന്ത്രി M. ലിജു എടുക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന കാര്യങ്ങളും പ്രതീക്ഷ പകരുന്നവയാണ്. മയക്കുമരുന്നിനെതിരെ നിലവിലുള്ള നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് എന്ന കേന്ദ്ര നിയമത്തിൽ മാറ്റം വരുത്തിക്കാനും ലഹരി പരിശോധന ശാസ്ത്രീയമാക്കാനും മോഡൽ എക്സൈസ് ഓഫീസുകൾ തുടങ്ങാനുമാണ് ലിജു ആലോചിക്കുന്നത്. നടപടിക്രമങ്ങളിലെ പിഴവ് മൂലം മയക്കുമരുന്ന് കേസുകളിൽ പിടിയിലാകുന്നവർ എളുപ്പത്തിൽ രക്ഷപ്പെടുന്നതാണ് ലിജുവിനെ അലട്ടുന്ന വിഷയം. കൊച്ചി മലയിടംതുരുത്തിലെ 7 കുടിക്കിടപ്പുകാരുടെ പ്രശ്നം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി M. ജോൺ പരിഹരിച്ചതും വളരെ മാതൃകാപരമായി. അവിടെ കാനാട്ട് ശങ്കരൻ നായരുടെ വക 2.64 ഏക്കർ ഭൂമിയിൽ അരനൂറ്റാണ്ടോളമായി 7 ദളിത് കുടുംബങ്ങൾ വീട് വെച്ച് താമസിക്കുന്നു. അവരെ ഇറക്കിവിടാൻ ശങ്കരൻ നായരുടെ അവകാശികൾ സുപ്രീം കോടതിയിൽ നിന്നും വിധി വാങ്ങി. വിധി നടപ്പാക്കാൻ കോടതി അഭിഭാഷക കമ്മീഷനെ നിയോഗിച്ചു. കമ്മീഷൻ 14 തവണ വന്നിട്ടും വീട്ടുകാരുടെ പ്രതിഷേധം മൂലം വിധി നടപ്പാക്കാനായില്ല. ഇതെല്ലാം നടന്നത് ഇടതുഭരണ കാലത്താണ്. ഭരണം മാറിയപ്പോഴും അഭിഭാഷക കമ്മീഷൻ വന്നു. കുടികിടപ്പുകാർ എതിർത്തു. പണ്ടവരെ ഇറക്കിവിടാൻ അഭിഭാഷക കമ്മീഷനും പോലീസും സംരക്ഷണം കൊടുത്ത സർക്കാരിലെ വ്യവസായ മന്ത്രി കൊച്ചിക്കാരനായ P. രാജീവ് സമരത്തിന് വന്നു. സതീശൻ മന്ത്രിസഭയിലെ കൊച്ചിക്കാരനായ മന്ത്രി റോജി M. ജോണിനെ പ്രശ്നപരിഹാരത്തിന് നിയോഗിച്ചു. റോജിയുടെ മധ്യസ്ഥതയിൽ ചർച്ചകളിൽ പ്രശ്നം ഒത്തുതീർന്നു. ഭൂ ഉടമകൾ കുടിയാന്മാർക്ക് അവിടെ തന്നെ 5 സെന്റ് വീതം സ്ഥലം കൊടുക്കാൻ സമ്മതിച്ചു. ഉന്നതിയിലേക്ക് വഴിയും കൊടുക്കും. 5 വീട്ടുകാർക്കും സർക്കാർ വീടും വെച്ചു കൊടുക്കും. എല്ലാവർക്കും സന്തോഷം. റോജി ഈ വിഷയത്തിൽ വിജയിച്ചെങ്കിലും അദ്ദേഹം ഭരിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലെ 3 വൈസ് ചാൻസലർമാർ RSSന്റെ തലസ്ഥാനത്ത് നടന്ന ശതാബ്ദി ആഘോഷങ്ങളിലെത്തി മോഹൻ ഭഗത്തിന്റെ പ്രസംഗം കേട്ടത് വല്ലാത്ത വിവാദമായി. കേരള സർവകലാശാലയുടെയും ആരോഗ്യ സർവകലാശാലയുടെയും വൈസ് ചാൻസലറായി മോഹൻ കുന്നുമ്മൽ, മഹാത്മാഗാന്ധി സർവകലാശാല വൈസ് ചാൻസലർ P. മാവുത്ത്, മലയാളം സർവകലാശാല വൈസ് ചാൻസലർ CR പ്രസാദ് എന്നിവരാണ് വിവാദ നായകന്മാർ. വൈസ് ചാൻസലർമാരുടെ നടപടിയെ മുഖ്യമന്ത്രി VD സതീശൻ, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി M. ജോൺ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ തുടങ്ങിയവർ രൂക്ഷമായ ഭാഷയിൽ അപലപിച്ചു. BJP നേതാക്കൾ അവരെ പിന്തുണച്ചു. RSSനോട് കളിച്ചാൽ സ്റ്റാലിനും മമതയ്ക്കും പിണറായിക്കും ഉണ്ടായ അനുഭവങ്ങൾ സതീശനെയും കാത്തിരിക്കുന്നതായി K. സുരേന്ദ്രൻ ഭീഷണിപ്പെടുത്തി. വൈസ് ചാൻസലർമാരിൽ നിന്നും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സമീപനമാണിത്. കേരള ജനതയോട് അവർ മാപ്പ് പറയണം, സതീശൻ ആവശ്യപ്പെട്ടു. SDPIക്കാർക്കു വേണ്ടിയാണ് ഈ പ്രസ്താവന നടത്തുന്നതെന്ന് K. കൃഷ്ണദാസ് പരിഹസിച്ചു. പിണറായി സർക്കാരിന്റെ കാലത്ത് 2025 ജൂലൈയിൽ RSS നടത്തിയ ജ്ഞാനസഭയിൽ മോഹൻ കുന്നുമ്മൽ, കോഴിക്കോട് സർവകലാശാലയിലെ VC ആയിരുന്ന പ്രൊഫസർ രവീന്ദ്രൻ, കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ ആയിരുന്ന KK സാജു, കുഫോസിന്റെ വൈസ് ചാൻസലർ A. ബിജുകുമാർ എന്നിവർ പങ്കെടുത്തിരുന്നു. അന്ന് 4 പേർ പോയി. ഇപ്പോഴത് 3 ആയി. വൈസ് ചാൻസലർ നിയമനത്തിൽ ചാൻസലർക്ക് കിട്ടുന്ന പരിധിവിട്ട അധികാരമുണ്ടാക്കുന്ന ദുരന്തമാണിത്. പാർട്ടി പരിഗണന നോക്കി വൈസ് ചാൻസലർമാരെ നിയോഗിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന അപജയമാണ് ഈ കൂറുപ്രകടനം.
ആര് ഭരിച്ചാലും ഇത്തരം പരിഗണനകൾ ഇല്ലാതെ വൈസ് ചാൻസലർ നിയമനം നടക്കുക? ചെങ്കൊടിയും പിടിച്ച് ഡൽഹിയിൽ പ്രകടനം നടത്തിയ ഒരാളെയല്ലായിരുന്നോ പിണറായി കണ്ണൂരിൽ നിയമിച്ചത്? ജോൺ മത്തായും നെഹ്റുവും പോലുള്ള ബന്ധം ഇനി പ്രതീക്ഷിക്കേണ്ട. ഭരണഘടനാപരമായ സ്ഥാപനങ്ങൾ പോലും ഇന്ന് പാർട്ടി നേതാക്കളിൽ നിന്നും ഉത്തരവ് വാങ്ങുന്നവരായില്ലേ? വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിച്ച കണ്ണൂർ DCC ജനറൽ സെക്രട്ടറി ബെന്നി ജോസഫിനെ അളിയൻ വിവാദത്തിൽ കൈവിടേണ്ടി വന്നത് കോൺഗ്രസിന് നല്ല തിരിച്ചടിയായി. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൽ അവർക്ക് ഇഷ്ടമുള്ളവരെ നിയമിക്കാം എന്നിരിക്കെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായ ബെന്നിയെ സണ്ണിയുടെ അളിയനെന്ന കാരണം പറഞ്ഞു മാറ്റിയത് ശരിക്കും ഒരു കീഴടങ്ങലായി. തെറ്റില്ലാതെ തെറ്റ് ചെയ്തു എന്ന പ്രതീതി ഉണ്ടാക്കി. EP ജയരാജൻ പൊതുമേഖലാ സ്ഥാപനത്തിൽ ജയരാജന്റെ സഹോദരന്റെ മരുമകളെ നിയമിച്ചത് പോലല്ലോ ഇത്. 2016 വ്യവസായ മന്ത്രിയായിരുന്ന ജയരാജൻ പേഴ്സണൽ സ്റ്റാഫിലല്ല, കണ്ണൂരിലെ ക്ലേസ് ആൻഡ് സെറിമാക്സ് പ്രൊഡക്ട്സിൽ ജനറൽ മാനേജരായാണ് അവരെ നിയമിച്ചത്. അതുപോലെ ഭാര്യ സഹോദരിയുടെ മകനെ KSIEയുടെ MD ആയും നിയമിച്ചു. പക്ഷേ ഒന്നുണ്ട്, രാജിയിലൂടെ സർക്കാർ അനാവശ്യമായ വിവാദങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടു. അതിലും ഭീകരമായി ദേവസ്വം ബോർഡ് പ്രത്യേക പ്ലീഡറായി KB പ്രദീപിനെ നിയമിച്ചത്. ശബരിമല കൊള്ളക്കേസിൽ പ്രതിയായ ചെന്നൈ സ്മാർട്ട് ക്രിയേഷനു വേണ്ടി ഹാജരായ അഭിഭാഷകനെ ദേവസ്വം ബോർഡ് പ്രത്യേക അഭിഭാഷകനായി നിയമിച്ചത് വല്ലാത്ത വിവാദമുണ്ടാക്കി. കേസ് അട്ടിമറിക്കാനുള്ള നീക്കമായി പ്രതിപക്ഷം ആരോപിച്ചു. അവസാനം മുഖ്യമന്ത്രി തിരുത്തി, പ്രദീപ് രാജിവെച്ചു. അതുപോലെ CPI തൃപ്പൂണിത്തുറ ലോക്കൽ കമ്മിറ്റി അംഗമായ P ദീപ്തിയെയും ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് സർക്കാർ പ്ലീഡറായിരുന്ന പൂജ സുരേന്ദ്രനെയും നിയമിച്ചതും വലിയ വിവാദമായി. CPI പറഞ്ഞു ദീപ്തിയും രാജിവെച്ചു, പൂജ തുടരുന്നു. ഇവരെല്ലാം എങ്ങനെ പദവികളിലെത്തുന്നു എന്ന് ഗൗരവമായി അന്വേഷിക്കുകയും കുറ്റവാളി ആരായാലും മുഖം നോക്കാതെ പാർട്ടി നടപടി എടുക്കുകയും ചെയ്തില്ലെങ്കിൽ പിണറായി ദുരന്തം പുതിയ സർക്കാരിനെയും കാത്തിരിക്കുന്നു എന്നതാണ് സത്യം. രാജി കൊണ്ട് വിവാദം തീർന്നു, പക്ഷേ വിഷം ഉള്ളിൽ തന്നെ കിടക്കുന്നു. തിരുത്തിയാൽ നല്ലത്. ജയിച്ചു നിൽക്കുമ്പോൾ ആര് പറഞ്ഞാലും കേൾക്കില്ല, തോറ്റു കഴിയുമ്പോൾ പരാജയ കാരണം തേടി കുറെ കാലം അലയും, പിന്നെ പഴയതുപോലെ ഒഴുകും. തിരുത്താൻ ആവാത്ത വിധമുള്ള കുരുക്കിൽപ്പെട്ട CPMന്റെ നിസ്സഹായാവസ്ഥയാണ് പത്മകുമാർ. തനിക്കെതിരെ നടപടിയെടുത്താൽ പലതും തുറന്നു പറയുമെന്ന ഭീഷണി കേട്ട് പിണറായി അടക്കം എല്ലാവരും നടുങ്ങിയതുകൊണ്ടാണ് പത്മകുമാറിനെതിരെയുള്ള നടപടി സസ്പെൻഷനിൽ ഒതുങ്ങിയത്. അതുപോലെയൊന്നാണ് PM ശ്രീ പദ്ധതി എന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. മുൻ സർക്കാർ പദ്ധതി നടപ്പാക്കുമെന്ന് സമ്മതിച്ച് ഒപ്പിട്ട് പണവും വാങ്ങി. ഇനി ഒന്നും ചെയ്യാനില്ല. സതീശൻ പത്രക്കാരോട് പറഞ്ഞു, PM ശ്രീ നടപ്പാക്കരുതെന്ന് സമസ്ത മുഖ്യമന്ത്രിക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിലും പദ്ധതി നടപ്പാക്കുക അല്ലാതെ വേറെ മാർഗമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അത്തരമൊരു സ്ഥിതി തങ്ങൾ സൃഷ്ടിച്ചിട്ടില്ല എന്നാണ് CPM സമർത്ഥിക്കുവാൻ ശ്രമിക്കുന്നത്. ഏതായാലും ലീഗിന് വിമ്മിട്ടം ഉണ്ടാക്കുന്നു. PM ശ്രീയിൽ കൊണ്ടുകയറുമെന്ന സൂചനകളാണ് CPMന്റെ പ്രതികരണങ്ങൾ കാണിക്കുന്നത്. പദ്ധതിയുമായുള്ള മുന്നോട്ടുള്ള യാത്ര സർക്കാരിന് തലവേദനയായിരിക്കും. തലവേദനയാക്കുവാൻ പ്രതിപക്ഷം കിണഞ്ഞ് ശ്രമിക്കുകയും ചെയ്യും. കേന്ദ്ര പദ്ധതികൾ നടപ്പാക്കില്ല എന്ന സമീപനം മൂലം കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടേണ്ട കോടിക്കണക്കിന് രൂപയുടെ കേന്ദ്ര സഹായം പിണറായി നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ ആയുഷ്മാൻ പദ്ധതി അതിൽ ഒന്നാണ്. 70 കഴിഞ്ഞവർക്ക് വരുമാന പരിധി നോക്കാതെ 5 ലക്ഷം രൂപയുടെ മെഡിക്കൽ ഇൻഷുറൻസ് ഏർപ്പെടുത്തുന്ന പദ്ധതിയാണിത്. പുതിയ സർക്കാർ ഈ പദ്ധതി നടപ്പാക്കും എന്നാണ് വയോജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇടതുമുന്നണി നല്ല പ്രതിസന്ധിയിലാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് കാരണം പിണറായി ആണെന്നും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കൂടിയാണെന്നും താഴെത്തട്ടിലുള്ള സഖാക്കൾ ശക്തമായി കുറ്റപ്പെടുത്തുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. വെള്ളാപ്പള്ളി നടേശനോട് പിണറായി കാണിച്ച സൗഹൃദം അദ്ദേഹം നടത്തിയ വർഗീയ പ്രതികരണങ്ങളുടെ കറ CPMലും വീഴ്ത്തിയെന്നും സഖാക്കൾ കുറ്റപ്പെടുത്തുന്നുണ്ടത്രേ. വർഗീയ വിഷയങ്ങളിലുള്ള നിലപാടുകൾ വളരെ സൂക്ഷിച്ച് കൈക്കൊണ്ടില്ലെങ്കിൽ ഉദ്ദേശിക്കാത്ത അപകടങ്ങൾ ഉണ്ടാക്കും എന്നതാണ് ഇപ്പോഴത്തെ കേരളത്തിലെ സാമൂഹിക അവസ്ഥ. അതുകൊണ്ട് കുറ്റക്കാർക്കെതിരെ ഒന്നും ചെയ്യാനാവുന്നുമില്ല. ആരും മാറുന്നില്ല, ആരെയും മാറ്റാനും ആവുന്നില്ല. ഇടതുപക്ഷം LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന പരസ്യമുണ്ടാക്കിയ ദുരന്തത്തെക്കുറിച്ച് പറയുന്ന രാജീവ് ആ മുദ്രാവാക്യം പേറിയ കട്ടൌട്ടുകളിൽ എല്ലാം ഉണ്ടായിരുന്ന പിണറായിയുടെ മാത്രം ചിത്രമുണ്ടാക്കിയ ദുരന്തത്തെക്കുറിച്ച് കൂടിയാണ് പരാതിപ്പെട്ടത്. എന്നാൽ രാജീവിന്റെ നിലപാടിനെതിരെ വാസവൻ രംഗത്ത് വന്നു. അതായത് പിണറായിക്ക് ചാവേറുകൾ ഇപ്പോഴും ധാരാളമുണ്ടെന്ന് വ്യക്തം. എന്നാൽ കരിമണൽ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്ന പുതിയ നീക്കങ്ങൾ പിണറായിയിലേക്ക് എത്തുമോ എന്ന് ആകാംക്ഷയോടെ നോക്കുന്നവർ ഏറെയുണ്ട്. പഴയ ലാവ്ലിൻ കേസിലും അനക്കമുണ്ടാകാം. കശുവണ്ടി കച്ചവടത്തിലെ അഴിമതിയും പുതിയ മാനങ്ങൾ സ്വീകരിക്കാം.
ഫോൺ AI ക്യാമറകൾ പോലെ ഇപ്പോഴത്തെ ഭരണകക്ഷി പ്രതിപക്ഷത്തായിരുന്നപ്പോൾ ഉന്നയിച്ച ആരോപണങ്ങൾ അന്വേഷിക്കപ്പെടുമോ എന്ന ചോദ്യം സജീവമാണ്. എല്ലാം പിണറായിയിൽ എത്തുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ശീലോഹന്റെ കാഴ്ചകൾ ഇനി അടുത്തയാഴ്ച.